പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച. ഈ മാസത്തിന്റെ 4ാമത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും ഈ ദിനം നന്മയുടെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 14 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. യുദ്ധം ചെയ്യുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഇസ്രയേൽ ജനത്തിന് ദൈവം നിയോഗിച്ച, ദൈവത്തിനും ഇസ്രയേൽ ജനത്തിനും ഇടയിലുള്ള മധ്യസ്ഥനായിരുന്നു മോശ. മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം ആ നിലയിലേക്ക് ഉയർത്തി. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ ജനം കനാൻ നാട്ടിൽ എത്തുന്നു. ഗിൽഗാലിൽ ജനമെല്ലാം യോശുവയുടെ അടുക്കൽ എത്തുന്നു. ഈ സമയത്ത് യോശുവ വയസ്സെന്ന് വൃദ്ധനായി. ഇനിയും ദൈവം തങ്ങളോട് പറഞ്ഞ പല ഇടങ്ങൾ പിടിച്ചടക്കുവാനുണ്ട്. ഈ സന്ദർഭത്തിലാണ് കെനിസ്യനായ യെഫുന്നയുടെ മകനായ കാലേബ് യോശുവയോട് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുകയാണ്. നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ കാലേബും ദൈവിക ആലോചന അനുസരിച്ച് ദേശം ഒറ്റുനോക്കുവാനായി പോയ 12 പേരിലെ 2 ഗ്രൂപ്പായി തിരിച്ചതിൽ 2 പേരടങ്ങുന്ന കൂട്ടത്തിലെ ആളുകളായിരുന്നു. ആ കാലേബ് ഇതാ യോശുവയോട് പറയുകയാണ്: അന്ന് മോശ കാദേസ് ബർണയിൽ വെച്ച് ദേശം ഒറ്റുനോക്കുവാൻ അയക്കുമ്പോൾ എനിക്ക് പ്രായം 40. ഇപ്പോൾ എനിക്ക് 85 വയസ്സായിരിക്കുന്നു. അതായത് 45 വർഷം പിന്നിട്ടിരിക്കുന്നു. എന്നാൽ മോശ എന്നെ അയച്ച എന്റെ 40-ാം വയസ്സിലെ അതേ ആരോഗ്യം, അതേ കഴിവ്, അതേ പ്രാപ്തി, പോകുകയും വരുവാനുമുള്ള ആരോഗ്യം എനിക്കിപ്പോഴുമുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞ മല എനിക്ക് വിട്ടുതരിക, ഞാനത് പിടിച്ചടക്കാം. ഇത് 85-ാം വയസ്സിൽ 40-ാം വയസ്സിന്റെ ചുറുചുറുക്കോടെ യോശുവയോട് പറയുന്ന കാലേബിന്റെ വാക്കുകളാണ്. പ്രിയ ദൈവമക്കളെ, നാമൊക്കെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കൂട്ടായ്മ കൂടുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ എന്തെല്ലാം ബാക്കപ്പ് നമുക്കുണ്ടെങ്കിലും ശാരീരിക ആരോഗ്യമുണ്ട്, കഴിവുകളുണ്ട്, സാമ്പത്തികമുണ്ട്, പിൻബലമുണ്ട്, പലവിധത്തിലുള്ള ഇൻഫ്ലുവൻസുകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമുക്കില്ലാത്ത ഒന്നുണ്ട്: മനോധൈര്യം, മനോവീര്യം, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. 85 വയസ്സ് പ്രായമുള്ള കാലേബ് ശാരീരിക ആരോഗ്യ ദൃഢഗാത്രനായി പറയുന്നത് വാക്കുകളായി ഇതെടുക്കണ്ട. എന്നാൽ അന്നത്തെ കാലമനുസരിച്ച് തീർച്ചയായും ആരോഗ്യമുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ശാരീരിക ആരോഗ്യത്തെക്കാൾ ഉപരിയായി ദൈവം തങ്ങളോട് പറഞ്ഞ പ്രദേശം കീഴടക്കുവാൻ തന്റെ അടുത്ത തലമുറയെ വളരെ ശക്തമായി ഉത്തേജിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന, ദൈവിക ആലോചന എങ്ങനെ ഏറ്റെടുക്കണമെന്ന് ത്രസിപ്പിക്കുന്ന വിധത്തിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന ഭക്തനായ കാലേബിനെ നമുക്കിവിടെ കാണാം.
പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ പലവിധ കടമ്പകളുണ്ട്, തടസ്സങ്ങളുണ്ട്. നോക്കുമ്പോൾ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും ഒരു നീണ്ട നിരയാണ്. ആ നിരയെ നോക്കി കാലേബ് പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ നമുക്കും പറയാം, അതെ, ഞാൻ കർത്താവിനെ കണ്ടെത്തിയ നാൾ, രക്ഷിക്കപ്പെട്ട നാൾ, രക്ഷയുടെ സന്തോഷം രുചിച്ചറിഞ്ഞ നാൾ, അതേ അനുഭവം, അതേ ദൈവകൃപ കുറയാതെ ചോരാതെ അണയാതെ ഇന്നും അതിശക്തമായി മുൻപോട്ട് തന്നെ എന്നിലുണ്ട്. ശത്രുവിനെ എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല, ശത്രുവിനെ പിടിച്ചടക്കുകയില്ല. ഞാൻ ശത്രുവിനെ പിടിച്ചടക്കും. അതാണ് കാലേബ് 14-ാം അധ്യായത്തിൽ പറയുന്നത്. എന്റെ കൂടെ വന്നവർ ഇസ്രായേൽ ജനത്തിന്റെ മനോവീര്യം കെടുത്തിയപ്പോൾ, അതെ, ഞാൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതേ ശക്തി, അതേ കൃപ, അതേ ആത്മാവിന്റെ പ്രസരിപ്പ് ഇന്നും എന്നിലുണ്ട്. എന്റെ ആരോഗ്യം ഞാനത് ദൈവനാമത്തിനായി ഉപയോഗിക്കും. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും പലതും കേട്ട് നിരാശപ്പെടുന്നവരാണ്, ഭാരപ്പെടുന്നവരാണ്. പലതും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ കൂമ്പാരമാണ്. മുൻപോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ല. എന്നാൽ അങ്ങനെയുള്ള സ്ഥാനത്ത് ഈ കാലേബിന്റെ വാക്കുകൾ നമുക്ക് ശക്തി പകരുന്നു, ആത്മവിശ്വാസം പകരുന്നു. കാലേബിനെ പോലെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഭാരങ്ങളെയും വിഷയങ്ങളെയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, നിങ്ങളെ വിട്ട് വിദൂരങ്ങളിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ജോലി തേടുകയും വിവിധ ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുകയും ചെയ്യുന്ന ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, വിവാഹപ്രായമെത്തിയവർ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർ, ഭവനപണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയാത്തവർ, ആരോഗ്യ പ്രതിസന്ധിയുള്ളവർ, സാമ്പത്തിക കടബാധ്യതയുള്ളവർ, ഈ പ്രശ്നങ്ങളെയൊക്കെ നോക്കി കാലേബിനെ വിളിച്ചു പറ, ഞാൻ എന്റെ ദൈവത്താൽ ഈ പ്രശ്നത്തെ അതിജീവിക്കും, ഞാൻ ശക്തിയോടെ അതിനെ നേരിടും. ഇതിനെ നേരിടുവാനുള്ള ആരോഗ്യം, ബലം സ്വർഗം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഈ പ്രശ്നത്തിൽ വീഴുകയില്ല, നീറിച്ചാവുകയില്ല. ഞാനിതിനെ അതിജീവിക്കും, ശക്തമായി നേരിടും. ഒരു ദൈവപൈതലായ എനിക്ക് വിജയം സുനിശ്ചയമാണ്. അതെ, യോശുവ ഈ കാലേബിനെ അടുക്ക വിളിച്ച് അനുഗ്രഹിച്ച് ഹെബ്രോൻ ഇതാ കാലേബിന് നൽകി. എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് പകൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ, നഷ്ടപ്പെടുത്താതെ ദൈവകൃപയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. കാലേബിനെ പോലെ പ്രായമോ സാഹചര്യമോ ഒന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ആ ശക്തി വളരെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം ഏറ്റെടുത്ത് ദൈവകൃപയോടെ മുന്നേറുവാൻ കർത്തൃകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 26-ാം തീയതിയുടെ പ്രഭാതം കാണുവാൻ തമ്പുരാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തന്നതിനായി സ്തോത്രം. 85 വയസ്സുള്ള കാലേബ് തന്റെ ജീവിതത്തിന്റെ ആത്മധൈര്യവും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഒട്ടും ചോരാതെ യോശുവയോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞങ്ങളെ ആത്മാവിൽ നിറച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകളിലും ഞങ്ങളുടെ പോരായ്മകളിലും ഞങ്ങളിലേക്ക് ശക്തി പകർന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും നോക്കി പിൻവാങ്ങുന്നതിനായി നിരാശപ്പെടുന്നവരായിട്ടോ അല്ല, മറിച്ച് കാലേബിനെ പോലെ പ്രാർത്ഥനയോടെ അതിനെ അതിജീവിപ്പാൻ, പിടിച്ചടക്കുവാൻ ഉയരത്തിലെ ബലം ഞങ്ങൾക്ക് നൽകണമേ. നീ ദൈവജനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഈ ദിനം കൃപയോടെ, അനുഗ്രഹത്തോടെ, സന്തോഷത്തോടെ അവിടുത്തെ കരം പിടിച്ച് ഞങ്ങളെ നടത്തണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ.
ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, കാലേബിനെ പോലെ ഏത് പ്രായമെന്നോ ഏത് അവസ്ഥയെന്നോ എന്താണ് നമ്മുടെ മുമ്പിലെ പ്രശ്നമെന്നോ നോക്കാതെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നമ്മുടെ മുമ്പിലുള്ള ഏത് പ്രശ്നത്തെയും പ്രാർത്ഥനയോടെ നാം നേരിടും. ദൈവത്താൽ നാം അത് വിജയിക്കുകയും ചെയ്യും. ഈ ധൈര്യത്തോടെ ഇന്ന് ഇറങ്ങിത്തിരിക്കുക. നിങ്ങളുടെ ഗമനാഗമനങ്ങളെ തമ്പുരാൻ പരിപാലിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിച്ച് കൃപയോടെ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.